കോഴിക്കോട് കൊടുവള്ളിയിൽ 56-കാരനെ വെട്ടി പരിക്കേൽപ്പിച്ചു. കൊടുവള്ളി സ്വദേശി സാലിനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്നാണ് പോലീസ് നിഗമനം. അഭിന പി ചിറക്കൽ തന്നെയുണ്ട് വിശദാംശങ്ങളുമായി. അഭിന, മുൻ വൈരാഗ്യമാണ് എന്നുള്ളത് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമാണെന്ന് കരുതാം. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ലേ? തീർച്ചയായും കാളിദാസ്, ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പ്രാഥമിക നിഗമനത്തിനേക്കാൾ അപ്പുറം ഇത് ഒരു സ്ഥിരീകരിച്ചൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സാലിയും അതുപോലെ തന്നെ ഈ പരിക്കേറ്റ സാലി ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാലിന് കൈക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. കൈയിനും കാലിനുമാണ് വെട്ടേറ്റ നിലയിൽ ഇന്ന് പുലർച്ചെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സാലിനെ കാണുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഈ മിംസ് ആശുപത്രിയിലേക്ക് സാലിനെ കൊണ്ടുവരികയായിരുന്നു. പിന്നീടാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സാലിനാണ് എന്നുള്ള രീതിയിലേക്കൊരു എത്തുന്നത്. കാരണം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ സാലിനെതിരെ നിരവധി കേസുകളാണുള്ളത്. ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ നിരവധി കൊട്ടേഷൻ കേസുകളടക്കം ഈ നിരവധി കേസുകളിലാണ് സാലി പ്രതിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് താമരശ്ശേരിയിൽ ഷാഫി എന്നയാളെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന കണ്ണിയായിരുന്നു ഈ വെട്ടേറ്റ സാലി എന്ന് പറയുന്ന വ്യക്തി. ഈ ഇരുവരും തമ്മിൽ ഈ ഗൾഫിൽ വെച്ച് ഒരു പണമിടപാട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പണമിടപാട് നടന്നിരുന്നു. ഇതേ ചൊല്ലി ഒരു വഴക്ക് ഇരുവരും തമ്മിലുണ്ടായിരുന്നു. ഇത് ദിവസങ്ങളോളം നീണ്ടുനിന്ന കഴിഞ്ഞ വർഷമാണ് ഇരുവരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെങ്കിലും ഈ ഷാഫിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും അതുപോലെ തന്നെ കൊട്ടേഷൻ നൽകിയ പേരിലും അടക്കം നിരവധി കേസുകളാണ് ഈ സാലിക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഷാഫിയുമായുള്ള ഒരു മുൻ വൈരാഗ്യമാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കാളിദാസ്, പിന്നെ തീർച്ചയായും എന്തായാലും മുൻവൈരാഗ്യം എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. അഭിന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഇതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അല്ലേ? തീർച്ചയായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സാലി ഇതിന് മുൻപും നിരവധി ആളുകളുമായിട്ട് പലതരം ബിസിനസ്സുകളാണ് സാലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ സ്വർണ്ണക്കടത്തുമായിട്ടും അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളായിട്ടും നിരവധി ാണ് ഈ സാലിക്കും അതുപോലെ തന്നെ സാലിന്റെ കൂടെയുള്ള ആളുകൾക്കെതിരെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം പ്രധാനമായിട്ടും കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ്. നമുക്കറിയാം ഈ കൊടുവള്ളി എന്ന് പറഞ്ഞത് സ്വർണ്ണക്കടത്തിന്റെ തന്നെ വലിയൊരു വ്യാപാര കേന്ദ്രമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുകളെല്ലാം കൊടുവള്ളിയിൽ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര വലിയ ദുഷ്കരമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഈ വെട്ടേറ്റ സാലിയുടെ മൊഴിയെല്ലാം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇനി മറ്റു നടപടികളെല്ലാം എടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഷാഫിയുമായുള്ള ഒരു ബന്ധം, ഷാഫിയുമായി ഗൾഫിൽ വെച്ചുള്ള ഒരു പണമിടപാടാണ് ഒടുവിൽ നാട്ടിലെത്തിയപ്പോഴും അതൊരു മുൻ വൈരാഗ്യമായി മാറി. ഇപ്പോഴത് ഈ ഒരു പുലർച്ചെ ഈ സാലി നാട്ടിലേക്ക് ഈ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടിനാണ് ഇത്തരത്തിലൊരു യാത്ര പോയത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്, ഒരു സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഇനി മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ മറ്റു നടപടികളെല്ലാം സ്വീകരിക്കുക. കാളിദാസ്, ശരി.